ചില ആളുകൾക്ക് വീടിന്റെ പുറത്ത് ഉണ്ടാകുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷെ വീടിന്റെ ഉള്ളിൽ കയറി ആ നിമിഷം തൊട്ട് ഭയങ്കര തുമ്മലും പ്രശ്നങ്ങളും ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും അലർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡസ്റ്റിനോടാണ്, പക്ഷെ ആക്ച്വലി ഈ ഡസ്റ്റിനകത്തുള്ള ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ചെള്ള് പോലത്തെ നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത ഒരു ചെറിയ ജീവിയുണ്ട്. ഇതിനോടാണ് നമുക്ക് ബേസിക്കലി അലർജി ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വീടിന്റെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് തുമ്മലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും കൂടുന്നത്. ഈ ജീവി നമ്മുടെ ബെഡ്ഷീറ്റില്, പില്ലോ കവറില്, മാട്രസില്, അപ്പോൾസ്ട്രി ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സില്, സോഫ്റ്റ് ടോയ്സിനകത്ത്, ബ്ലാങ്കറ്റ്സിലൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെ ആയിട്ടുള്ള കോണ്ടാക്ട് കാരണമാണ് നമുക്ക് വീടിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ സിംറ്റംസ് ഒക്കെ കൂടുതലായിട്ട് മോശമാവുന്നത്. ഹൗസ് ഡസ്റ്റ് മൈറ്റ്സിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളത്, ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ബെഡ്ഷീറ്റിലും പില്ലോ കവറിലൊക്കെയാണ് ഇത് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു 60 ഡിഗ്രി സെൽഷ്യസിൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റ്സിനെ നമുക്ക് കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ നല്ല ചൂടുള്ള വെള്ളത്തിൽ തിളപ്പിച്ച് കഴുകുന്നതായിരിക്കും നല്ലൊരു ഓപ്ഷൻ. പിന്നെ ഒരു 4 ദിവസത്തിലൊരിക്കൽ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ചേഞ്ച് ചെയ്യണം. വീക്ക്ലി വൺസ് നമ്മൾ കർട്ടൻ, കാർപ്പറ്റ്സ് അതൊക്കെ ചേഞ്ച് ചെയ്യണം. നമ്മൾ കിടന്നുറങ്ങുന്ന മുറിയിൽ മുഷിഞ്ഞ തുണി, മുഷിഞ്ഞ പേപ്പറൊക്കെ കുറേ ഒന്നും ഇല്ലാതെ, നല്ല ക്ലട്ടർ ഒന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ അടിച്ചു വാരുന്നതിനേക്കാളും നമ്മൾ നനച്ച് തുടയ്ക്കുന്നതോ അല്ലെങ്കിൽ വാക്കോ ചെയ്യുകയായിരിക്കും കുറച്ചും കൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഹൗസ് ഡസ്റ്റ് മൈറ്റ്സിന് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും.